ഇന്ന് നമ്മളെന്ത് വീഡിയോ ഇടുന്നത്? നമ്മൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത ഒരു ഫ്രൈഡ് റൈസും ഡാൽ കറിയുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, നമുക്ക് ഇന്നത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കറി ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. ഡാൽ കറി ഞാൻ ഉണ്ടാക്കി. അത് പരിപ്പെല്ലാം ഒന്ന് നന്നായിട്ട് പരിപ്പെടുത്ത് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഫ്രൈഡ് റൈസ് ഞാനൊന്ന് ഉണ്ടാക്കിയേക്കാം. അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഏതൊക്കെ എടുക്കുന്നത്? തക്കാളി, ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, സവോള. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 8 ഗ്ലാസ് അരി വേണം കേട്ടോ, നമുക്ക് എല്ലാവർക്കും വേണ്ട. എല്ലാവർക്കും അരി ഇട്ടുതരാം. അപ്പം 8 ഗ്ലാസ് അരിക്ക് 40 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ഏത് ഗ്ലാസ്സാ? ചെറിയൊരു നമ്മൾ ചായക്കപ്പിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, അതിന്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 8 ഗ്ലാസ്സിന് 40 ഗ്ലാസ് വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് തന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവിടെ ചെയ്ത് വെന്ത് ഊറ്റിയെടുക്കുക. ഒരു 80% വെന്താൽ മതി. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിം വെച്ച് കഴിയുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും. അത് ഊറ്റി വെച്ചിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ദാൽ കറിയുടെ ദാൽ കറിക്ക് ഞാനതിന് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചതച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരട്ടെ. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും കൂടെ കൂടിയ ഒരു 8 പേരോളം കാണില്ല, അതിനുള്ളത് വേണം ഇതെല്ലാം. 8 പേരുണ്ട്. ഡിന്നർ ഇന്നത്തെ അവർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചേട്ടന് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ജീരകം ഇട്ടും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. അതിന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. അതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അത് വഴന്ന് വരും. അതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, നല്ലപോലെ പഴുത്ത 2 തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ പരിപ്പ് റെഡിയായി. പരിപ്പ് ഇപ്പോൾ ആവും. ഇപ്പോൾ അത് കുറച്ച് വെള്ളം കൂടെ വെച്ചത് ചോറായിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്, ഒഴിച്ചു കൂട്ടാൻ പോലെ. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം എൻ്റെ ജോലി കഴിയും ഇപ്പം. ഞാൻ പറയാം, ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു കളറൊക്കെ കിട്ടും. അത് നമ്മൾ ചേർത്തിരുന്ന് നമ്മൾ വേവിക്കുമ്പം. അപ്പോൾ അതിന് ഒരല്പം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡാൽ കറി റെഡിയാകും. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസിൻ്റെ കയ്യേറ്റം. ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട് കുറച്ച് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. കുറച്ച് ബേ ലീഫ്,
മറ്റേ ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, ഏകദേശം 1/2 കിലോ അരി ആയിരിക്കും അല്ലേ നമ്മളെടുത്തിരുന്നത്? അര കിലോ അരി. അത് 1/2 മണിക്കൂർ കുതിർത്തായിരുന്നു ഞാൻ കുതിർത്ത് വെച്ചിരുന്നത്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് നല്ലതായിട്ടൊന്ന് വഴന്നതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പം കുറച്ച് കറുത്ത മുന്തിരി അതോടെ ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്ത് തീ കുറച്ച് വെക്കണം. കുറച്ച് ഹൈ ഫ്ലെയിം വെക്കല്ലേ, അത് കരിഞ്ഞു പോകുമായിരിക്കും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് വഴറ്റി. അവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ കൂടെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇഷ്ടമായിരിക്കും. വലിയ മസാലയില്ല, മസാല അധികമില്ല. ഗ്രാമ്പൂവിൻ്റെ ഒരു കഷ്ണം കണ്ടിട്ടുള്ളൂ. നന്നായിട്ട് വഴന്ന് വരണം അല്ലേ? നല്ലതായിട്ട് വഴന്ന് വന്നു. കുറച്ച് ഉപ്പ്, നല്ലതായിട്ട് വഴന്ന് വന്നു കഴിയുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറെടുത്ത് അതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്ത്. പക്ഷെ അന്നേരം വെന്തില്ലെന്ന് തോന്നിയിരുന്നു, പക്ഷേ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരും. അത് ബസ്മതി റൈസ് ആകുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പം അതിന് മുന്നേ നമ്മളിത് വെള്ളം ഊറ്റി വെക്കണം. അപ്പം ഇതെല്ലാം കൂടെ കുഴയാതെ നോക്കണത്. ആദ്യം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഉപ്പും പച്ചക്കറി എല്ലാം കൂടെ മിക്സ് ആയി തവിയിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് സ്റ്റിക്കി ആവും, കുഴഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ഡാൽ കറിയും റെഡിയായി. നമുക്ക് ശങ്കരനോട് ചോദിച്ചു നോക്കാം അങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. അവൻ കറക്റ്റായിട്ട് പറയും. കറി കൊള്ളാവോ? ഡാൽ എങ്ങനെ ഉണ്ട് മോനെ? ഇത് എല്ലാം കൃത്യമായിട്ട് ഉപ്പുകളും ഉണ്ടല്ലേ? അത് മതി.